friends, welcome to Untitled Chapter. നമ്മുടെ ഇന്നത്തെ വീഡിയോ Realme X2 എന്ന ഫോണിന്റെ ക്യാമറ റിവ്യൂ ആണ്. ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മെഗാപിക്സൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നോക്കി മനസ്സിലാക്കാം. ക്യാമറ ഇന്റർഫേസ് നിങ്ങൾക്ക് അവിടെ കാണാം. കൂടുതൽ വിശദമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിന്റെ അൺബോക്സിംഗ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് നേരെ ക്യാമറ സാമ്പിളുകളിലേക്ക് തന്നെ വരാം. ഇതൊരു നോർമൽ ഇമേജ് ആണ്. നമുക്ക് കാണാവുന്ന പോലെ തന്നെ നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൈയും കാര്യങ്ങളൊക്കെ നോക്കിയാലും കളേഴ്സിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു സാച്ചുറേഷൻ കൂടുതലുണ്ടെന്ന് പറയാൻ നമുക്ക് ഒരു നോർമലായിട്ട് തോന്നുന്നില്ലെങ്കിലും ചില ഇമേജുകളിൽ നമുക്ക് സാച്ചുറേഷൻ കൂടുതൽ കാണാം. ഇതിലിപ്പോൾ ഓവർ സാച്ചുറേഷൻ്റെ പ്രശ്നമൊന്നും കാണുന്നില്ല. എന്നാൽ ചില ഇമേജുകളിൽ നമുക്ക് സാച്ചുറേഷൻ്റെ പ്രശ്നം വരുന്നുണ്ട് താനും. ഇപ്പോൾ ഈ ഒരു ഇമേജിൽ നോക്കിയാൽ കുറച്ച് സാച്ചുറേഷൻ കൂട്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ സാച്ചുറേഷൻ ചില മേഖലകളിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെയാണ് കാണുന്നത്. അതൊരു ചെറിയ ഇഷ്യൂ ആണ് പലർക്കും. എങ്കിലും ചിലർക്ക് ഈ കൂടിയ കളറുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് എന്നുള്ളതും ഒരു വാസ്തവമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു നോർമൽ ഇമേജുകളാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ഇമേജിലേക്ക് നോക്കുമ്പോഴും നമുക്ക് നല്ലൊരു ഡീറ്റെയിൽസ് ലെവലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. സൂം ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് ക്ലാരിറ്റി ഒക്കെ ഉണ്ട് താനും. മൊത്തത്തിൽ സാച്ചുറേഷൻ അല്ലാതെ വേറെ ഒരു പ്രശ്നവും നമുക്ക് ഈ ഒരു ഇമേജുകളിൽ പറയാനില്ല. റിയൽമി പൊതുവെ ഇപ്പോൾ സാച്ചുറേഷൻ കൂട്ടി തന്നെയാണ് ഇമേജുകളൊക്കെ ക്യാമറ ഇമേജസ് മുഴുവൻ നമുക്ക് തരുന്നത്. അല്ലെങ്കിൽ എല്ലാ ക്യാമറ സെറ്റും റിയൽമിയുടെ ഈ ഒരു രീതിയിൽ തന്നെയാണ്. സൂം ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് ഡീറ്റെയിൽസ് ലെവലൊക്കെ കാണാം. അപ്പോൾ ക്വാളിറ്റിയുള്ള ഒരു ഇമേജ് പക്ഷേ സാച്ചുറേഷൻ സ്വല്പം കൂടുതലാണ് എന്നുള്ളത് മാത്രമാണ് ഒരു കാര്യം ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളൂ. ഇത് നോർമലായിട്ടുള്ള ഒരു പോർട്രേറ്റ് റിയർ ക്യാമറയുടെ മെയിൻ ക്യാമറയുടെ ഇമേജാണ്. സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ മെയിൻ ക്യാമറ നല്ല ഇമേജുകളാണ് നമുക്ക് ലാൻഡ്സ്കേപ്പിലും അതേപോലെ തന്നെ സാധാരണ ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോഴും നമുക്ക് തരുന്നത്. പോർട്രേറ്റ് മോഡ് കൊടുക്കുമ്പോഴുള്ള ഒരു എഫക്റ്റാണ് ഈ കാണുന്നത്. എഡ്ജ് ഡിറ്റക്ഷനൊക്കെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കിൻ ടോണും വലിയ പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു സാച്ചുറേഷൻ കൂടുതലുണ്ടെന്നേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നവുമില്ല. ഈ ഇമേജുകളിലേക്ക് നോക്കിയാൽ നമ്മൾ ക്രോമ ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ എനേബിൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഡീറ്റെയിൽസിലൊരു ക്ലാരിറ്റി ഒക്കെ നല്ലോണം തന്നെയുണ്ട്. കൂട്ടത്തിൽ കളറുകൾ കുറച്ച് പഞ്ചിയായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഫേസ് ഒക്കെ നോക്കിയാൽ കളർ നല്ലോണം കൂട്ടി കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കാണാം. അപ്പോൾ ക്രോമ ബൂസ്റ്റിൻ്റെ ഒരു എഫക്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ടോട്ടലി നല്ലൊരു ഇമേജ് ക്യാപ്ചറിങ് ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ കാര്യത്തിലും നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 64 മെഗാ പിക്സലിൻ്റെ ഒരു ഇമേജാണ്. നമുക്ക് സൂം ചെയ്ത് നോക്കാം അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. സൂം ചെയ്യുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്യാമറ മാറ്റരുത്. ഒരു ഇത്തിരി ഒന്ന് ഹോൾഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ഇമേജ് ബ്ലറായി പോകുന്നൊരു സാഹചര്യം പലപ്പോഴും നമുക്ക് ഈ ഒരു ഇമേജ് എടുത്തപ്പോൾ നമുക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ 64 മെഗാ പിക്സൽ. ഇപ്പോൾ ഈ ഒരു ഇമേജ് നല്ല ഇമേജാണ്. പക്ഷേ സൂം ചെയ്ത് നോക്കിയാൽ കണ്ടോ കുറച്ച് ബ്ലറായി പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഒരു ഇഷ്യൂ ഉണ്ട്. ഷട്ടർ സ്പീഡ് ഇത്തിരി കുറവാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കുറച്ച് ഇട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ക്ലിക്കിൻ്റെ സ്പീഡ് ഇത്തിരി കുറവാണ്. അതുകൊണ്ട് ഇമേജ് ഇത്തിരി സ്റ്റഡി ആയിട്ട് ക്യാമറ പിടിച്ചില്ലെങ്കിൽ അത് ബ്ലറായി പോകുന്ന ഒരു ഇഷ്യൂ നമ്മൾ പലപ്പോഴും നേരിട്ടുണ്ട്. വളരെ കുറച്ച് ഇമേജുകൾ മാത്രമാണ്, ഒരുപാട് ഇമേജുകൾ എടുത്തതിൽ കുറച്ച് ഇമേജ് മാത്രമാണ് നല്ല ഇമേജായിട്ട് കിട്ടിയത്. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അത് പ്രത്യേകം ഓർക്കുക. 64 മെഗാ പിക്സൽ അത്ര ഈസി ആയിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു നല്ല സെറ്റപ്പ് അല്ല ഇതിനകത്തുള്ളത്. ചെറിയൊരു ബ്ലർ വരുന്നുണ്ട് പെട്ടെന്ന് എടുക്കാൻ ശ്രമിച്ചാൽ. ഇത് വൈഡ് ആംഗിൾ ഇമേജാണ് കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ നോർമൽ, റൈറ്റിലേക്ക് വരുമ്പോൾ കുറച്ച് വൈഡ് ആംഗിൾ കൂടിയ ഒരു ഏരിയയും കാര്യമൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. സൂം ചെയ്ത് നോക്കിയാൽ ഒരു നോർമലായിട്ടുള്ള വൈഡ് ആംഗിൾ ഇമേജ് നമ്മൾ ഈ ഒരു റേഞ്ചിൽ പല ഫോണുകളിലും കാണുന്ന അതേ ക്വാളിറ്റി തന്നെയാണ്. അത് കവിഞ്ഞ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും പറയാനില്ല. ഒരു നോർമൽ വൈഡ് ആംഗിൾ നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് നോർമൽ, റൈറ്റ് വൈഡ് ആംഗിൾ. തീർച്ചയായിട്ടും കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു വൈഡ് ആംഗിൾ ഇമേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വീഡിയോ ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് വീഡിയോ സാമ്പിൾ. പറയത്തക്ക ഇഷ്യൂസ് ഒന്നുമില്ല. ഇത്തിരി സാച്ചുറേഷൻ കൂടുതലാണ് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി ഒരു ഇഷ്യൂസും ഇല്ല. നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാപ്ചറിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി. കണ്ട് മനസ്സിലാക്കുക, വിലയിരുത്തുക, അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി ഷെയർ ചെയ്യാം. എന്നെ സംബന്ധിച്ച് ഈ ഒരു പ്രൈസിലെ ക്യാമറ എന്ന് പറയുമ്പോൾ ഓക്കെ, തിരക്കേടില്ലാത്തൊരു നല്ല ക്വാളിറ്റിയുള്ള ഒരു വീഡിയോ സെറ്റപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സ്റ്റെബിലൈസേഷനൊക്കെ നിങ്ങൾക്ക് കാണാം. നല്ല രീതിയിലുള്ള ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ട്. ഒരു ഇഷ്യൂസും അതിൻ്റെ ഭാഗത്തില്ല. അപ്പോൾ നല്ലൊരു ഫുൾ HD വീഡിയോ ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് 4Kയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 30 ഫ്രെയിം/സെക്കൻഡ് അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് കാണുന്നത്. നല്ല മികച്ച ഒരു 4K ക്വാളിറ്റി ഉണ്ട്. പക്ഷേ സ്റ്റെബിലൈസേഷൻ ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. 4Kയിലേക്ക് വരുമ്പോൾ സ്റ്റെബിലൈസേഷൻ നമുക്ക് കിട്ടില്ല. ഫുൾ HDയിൽ മാത്രമാണ് ഈ പറഞ്ഞ സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ സ്റ്റെബിലൈസേഷൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കണമെങ്കിൽ ഒരു ട്രൈപോഡോ മറ്റോ വേണ്ടി വരും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് 4Kയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി സെൽഫി ക്യാമറ. ഹായ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറയുടെ ഒരു വീഡിയോ ആൻഡ് ഓഡിയോ ക്വാളിറ്റി. അപ്പോൾ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിന് തന്നെ മനസ്സിലാവും. അപ്പോൾ വീഡിയോ ക്വാളിറ്റി ഏകദേശം മണിയാണ്. അപ്പോൾ ടൈം ഒരു 5 മണിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഡയറക്റ്റ് സൺലൈറ്റും ഫേസിലേക്ക് അടിക്കുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. പകരം ഈ ഒരു സിറ്റുവേഷൻ ഒരു മീഡിയം ലൈറ്റിങ് ആ ഒരു കണ്ടീഷനാണ്. അപ്പോൾ ആ സിറ്റുവേഷനിലുള്ള ഒരു ക്വാളിറ്റിയാണ് കാണുന്നത്. ഇതൊന്നും അത്യാവശ്യം നല്ല തിരക്കില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ടെന്നാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ മൈക്കിൻ്റെ ക്വാളിറ്റി നമ്മൾ ഏകദേശം മനസ്സിലായി. ഈ രീതിയിലൊക്കെ ആയിരിക്കും ഇത് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചാൽ മൈക്കിൻ്റെ ക്വാളിറ്റി വരുന്നത്. അതുപോലെ വീഡിയോ ക്വാളിറ്റി വലിയ പ്രശ്നമില്ല. നല്ലൊരു ക്വാളിറ്റിയുള്ള വീഡിയോസൊക്കെ നമുക്കിതിൻ്റെ സെൽഫി ക്യാമറയിൽ കിട്ടി. സ്റ്റെബിലൈസേഷൻ ഒക്കെ നിങ്ങൾക്ക് കാണാൻ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
യാതൊരു ഇഷ്യൂസും ഇല്ല, നല്ല സ്റ്റെബിലൈസ്ഡ് ആയ വീഡിയോ, EIS ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഫ്രണ്ട് ക്യാമറയ്ക്ക് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നല്ലൊരു സെൽഫി വീഡിയോ ക്വാളിറ്റി ഉണ്ട്. ഇനി നമുക്ക് പോർട്രേറ്റ്, വീഡിയോയിൽ പോർട്രേറ്റ് കിട്ടുമെന്നുള്ളൊരു ഫീച്ചർ ഇതിനകത്തുണ്ട്. മെയിൻ ക്യാമറയുടെ വീഡിയോ സാമ്പിളാണ് കാണുന്നത്. എഡ്ജ് ഡിറ്റക്ഷനിൽ ചെറിയ പോരായ്മ നമുക്ക് കാണാം. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഈ ഒരു 19,000 രൂപ റേഞ്ചിൽ, ഈ ഒരു മിഡ് റേഞ്ചിലെ ഫോണിൽ വീഡിയോയിൽ നമ്മുടെ DSLR ക്യാമറയിലെ കാണുന്ന പോലെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കുന്ന ഒരു ഫീച്ചർ വന്നിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നല്ല വിഷയമാണ്. അതിൻ്റെ ക്വാളിറ്റിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഒരു 5 മണി നേരത്തുള്ളൊരു ടൈമാണ്. അപ്പോൾ ആ ഒരു ലൈറ്റിങ്ങിലാണ് ഇത് എടുത്തിരിക്കുന്നത്. നല്ല ലൈറ്റ് ഉണ്ട്, ലൈറ്റ് ഒന്നും ഒരു കുറവല്ല. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയാണ് കണ്ടത്. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ ഒരു വീഡിയോ ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ലൊരു വീഡിയോ ക്വാളിറ്റി സെൽഫി ക്യാമറയിലുണ്ട്. വീഡിയോ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിരിക്കുന്ന വീഡിയോ ക്വാളിറ്റി, അതാണ് നമ്മൾ കാണുന്നത്. അതായത് ആ ഒരു പോർട്രേറ്റ് മോഡ്, വീഡിയോയിൽ പോർട്രേറ്റ് മോഡ് കിട്ടുമെന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ആ വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള വീഡിയോയുമാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എഡ്ജ് ഡിറ്റക്ഷനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ആവറേജ് എന്നാണ് പറയുന്നത്. ബെസ്റ്റായിട്ട് നമ്മൾ DSLRൽ കാണുന്ന ആ ഒരു ക്വാളിറ്റി അല്ല ഇവിടെ കാണുന്നത്. പക്ഷേ എങ്കിലും നല്ല രീതിയിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാനൊക്കെ ഈ ക്യാമറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു വീഡിയോ ക്വാളിറ്റി നമുക്ക് സെൽഫിയിലും റിയർ ക്യാമറയിലും പോർട്രേറ്റ് വീഡിയോയിൽ കിട്ടുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് പറയാം. ഒരു കാര്യം മാത്രം, നമ്മൾ ഫേസ് അല്ലാതെ മറ്റെന്തെങ്കിലും ഫോക്കസിലേക്ക് വരുമെന്ന് നോക്കിയാൽ, ഇപ്പോൾ എൻ്റെ കൈ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഫോക്കസിലേക്ക് വരില്ല. അപ്പോൾ നിങ്ങളുടെ തൊട്ടിത്തിരി പുറകിലോ ഫ്രണ്ടിലൊക്കെ ആയിട്ട് വേറെ ആൾക്കാരുണ്ടെങ്കിൽ അവരൊന്നും ഫോക്കസിൽ വരില്ല. നമ്മുടെ കറക്റ്റ് ഫേസ് മാത്രമാണ് ഇപ്പോഴേക്കും വരുന്നത്. മേ ബി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. എങ്കിലും ഈ ഒരു ഫീച്ചർ, വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കുന്ന ഒരു ഫീച്ചർ ഇപ്പോഴേക്ക് ഈ ഫോണിലുണ്ട്, സെൽഫിയിലും ഉണ്ട്, മെയിൻ ക്യാമറയിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് നമ്മളിവിടെ കണ്ടത്. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴി ഷെയർ ചെയ്യണം. ഇത് സ്ലോ മോഷനാണ്, 240 ഫ്രെയിം പെർ സെക്കൻഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് കാണുന്നത്. മിക്കവാറും എല്ലാ മിഡ് റേഞ്ച് ഫോണിലും കാണുന്ന ഒരു ആവറേജ് ക്വാളിറ്റിയാണ് ഇതിനകത്ത് വരുന്നുള്ളൂ. എക്സ്ട്രാ ഒരു 64 മെഗാ പിക്സൽ ഉണ്ട്, അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 730G ഉണ്ട് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ചൊരു വ്യത്യസ്തമായൊരു ക്വാളിറ്റി ഒന്നും പറയാനില്ല. ഒരു ആവറേജ് ക്വാളിറ്റി നമ്മൾ നോർമലി ഈ റേഞ്ചിൽ കണ്ടുവരുന്ന ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ഇവിടെയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലോ മോഷൻ. ഇത് HDയിൽ 240 ഫ്രെയിം പെർ സെക്കൻഡിലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിൽ വേണമെങ്കിൽ 960 ഫ്രെയിം പെർ സെക്കൻഡും, അല്ലെങ്കിൽ ഫുൾ HDയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 120 ഫ്രെയിം പെർ സെക്കൻഡും റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. 960 ഫ്രെയിം പെർ സെക്കൻഡൊക്കെ ജസ്റ്റ് ഒരു ഗിമിക്ക് ഫീച്ചർ മാത്രമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ സാമ്പിളൊന്നും ഞാൻ അവിടെ കാണിക്കാത്തത്. ഇനി നമ്മൾ ലോ ലൈറ്റ് ഇമേജുകളുടെ കാര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലോ ലൈറ്റിൻ്റെ ഒരു ഇമേജ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ നോക്കിയാൽ ഈ ഒരു ക്വാളിറ്റിയൊക്കെ നമുക്ക് കിട്ടും. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മിഡ് റേഞ്ച് ഫോൺ എന്ന രീതിയിൽ നോക്കിയാൽ ഒരു നല്ല ക്യാമറ ക്വാളിറ്റി. ഇപ്പോൾ ഈ 64 മെഗാ പിക്സൽ ഈ ഒരു പുതിയ ഫോൺ എന്ന രീതിയിൽ വ്യത്യസ്തമായ പവർഫുള്ളായ ഒരു പുതിയ ഒരു ഇമേജ് ക്വാളിറ്റി, അമേസിംഗ് ആയ ഒരു ക്വാളിറ്റി ഒന്നുമല്ല. നോർമലി നമ്മൾ കണ്ടുവരുന്ന, ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ റിവ്യൂ ചെയ്ത എല്ലാ പ്രൊഡക്റ്റിലും കണ്ടിട്ടുള്ള ആ ഒരു ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. അപ്പോൾ ഇത് നോർമലായിട്ടുള്ള ഇമേജുകൾ, ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ലോ ലൈറ്റ് സിറ്റുവേഷൻസ്, ആ ഒരു ഘട്ടങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ ഇമേജുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ പക്ക ലോ ലൈറ്റ് സിറ്റുവേഷനാണ്. ഒരു 6:30 നേരത്തെ ഒരു ലോ ലൈറ്റ് തന്നെയാണ് നല്ലോണം. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ കണ്ടത്. ലോ ലൈറ്റിലെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിലെ സെൽഫി ഇമേജാണ് ഈ കാണുന്നത്. കുറച്ച് ബെറ്റർ ആക്കാൻ വേണമെങ്കിൽ നമുക്ക് നൈറ്റ് മോഡ് ഓൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. നല്ല ക്വാളിറ്റി ഇമേജ് തന്നെയാണ്. പോർട്രേറ്റ് മോഡ് കൊടുത്താൽ ഈ രീതിയിലുള്ളൊരു ക്വാളിറ്റിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ള ഒരു നല്ല ക്വാളിറ്റി, അപ്പോൾ ആവറേജ് ക്വാളിറ്റി ഉള്ളൊരു ലോ ലൈറ്റ് ഇമേജുകളാണ് നമുക്ക് കിട്ടുന്നത്. ചെറിയൊരു ലോ ലൈറ്റ് ഒക്കെ ആണെങ്കിൽ, അത്യാവശ്യം ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല ക്വാളിറ്റി ഇമേജുകളും നമുക്ക് കിട്ടും. മെയിൻ ക്യാമറയുടെ ഒരു ലോ ലൈറ്റ് സിറ്റുവേഷനിലുള്ള ഇമേജാണ് നിങ്ങൾ ഈ കാണുന്നത്. ലൈറ്റ് ഈവനിങ് വളരെ ലൈറ്റ് കുറവുള്ളൊരു സാഹചര്യം, നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. നിങ്ങളിവിടെ കാണുന്ന ഈ ഒരു ക്വാളിറ്റി, ഇതാണ് നമുക്ക് ഇത്തിരി ലൈറ്റ് കുറവുള്ള ഒരു 6:30 ആ നേരത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് കുറവുള്ള സാഹചര്യമാണ്. ആ ടൈമിൽ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുക. പോർട്രേറ്റ് മോഡായാലും ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ഉള്ള സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ ഒരു ക്വാളിറ്റി ആയിരിക്കും കിട്ടുക. ഒരു നല്ല ക്വാളിറ്റി, ഒരു ആവറേജ് ക്വാളിറ്റി തീർച്ചയായിട്ടും സെൽഫിയിലും റിയർ ക്യാമറയിലും ഒക്കെ നമുക്ക് ലോ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലും കിട്ടുന്നുണ്ട്. ഇനി ഇതേ സാഹചര്യത്തിൽ വീഡിയോ എടുത്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇത് നമ്മുടെ ലോ ലൈറ്റിൻ്റെ ഒരു സെൽഫി വീഡിയോ ക്വാളിറ്റിയാണ്. നമുക്ക് കാണാം വലിയൊരു ലൈറ്റിംഗ് ഒന്നും ഇവിടെ ഇല്ല. നമുക്ക് വളരെ ലൈറ്റ് കുറവുള്ളൊരു സാഹചര്യമാണ്. ക്ഷേത്രത്തിലൊക്കെ ലൈറ്റ് ഇട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ലൈറ്റിൽ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുക. ലോ ലൈറ്റിലെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും? ലൈറ്റ് വളരെ കുറവാണ് കേട്ടോ. ഇതൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ലോ ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് കുറവുള്ള സാഹചര്യത്തിൽ ക്യാമറ നന്നായിട്ട് പെർഫോം ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തായാലും ലോ ലൈറ്റിൽ ഈ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുക. ഇനി ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഉള്ളപ്പോഴെങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ഉള്ള സാഹചര്യമാണ്. നേരത്തെ നമ്മൾ കണ്ടത് ലൈറ്റിംഗ് ഇല്ലാതെ ലോ ലൈറ്റ് സിറ്റുവേഷനാണ്. ഇതിപ്പോൾ ലൈറ്റ് 1-2 ലൈറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വാളിറ്റിയാണ് കിട്ടുക. കൂടുതൽ ലൈറ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടിയ ക്വാളിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ലോ ലൈറ്റിലുള്ള ക്വാളിറ്റിയാണ് നമ്മൾ കണ്ടത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ കുറച്ചുകൂടി ബെറ്ററായ
ഒരു ക്വാളിറ്റിയും നമുക്ക് കിട്ടും. ഇനി മെയിൻ ക്യാമറയുടെ ഒരു ക്വാളിറ്റിയാണ് നിങ്ങളിവിടെ കാണുന്നത്. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു മീഡിയം ക്വാളിറ്റി നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലും ലൈറ്റ് കുറവുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇതിൻ്റെ മെയിൻ ക്യാമറ തരുന്നുണ്ട്. ഈ കാണുന്നതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി. ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം. സോ ഫൈനലി ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാമറ നമുക്ക് സാച്ചുറേഷൻ ഒരു ചെറിയ പ്രശ്നമായിട്ട് പലർക്കും ഫീൽ ചെയ്യാം. എന്നാൽ എല്ലാവർക്കും അത് പ്രശ്നമാവണമെന്നില്ല. പലർക്കും കളർ ബൂസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമുള്ള കാര്യമാണ്. എങ്കിൽ സാച്ചുറേഷൻ്റെ ഒരു ഇഷ്യൂ മിക്കവാറും എല്ലാ ഭാഗത്തും വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഷട്ടർ. നമുക്ക് ഈ 64 മെഗാപിക്സൽ ഇമേജ് എടുക്കുമ്പോൾ പലപ്പോഴും ഇമേജ് നമ്മൾ സാധാരണ ഒരു ഇമേജ് എടുക്കുന്ന പോലെ ക്ലിക്ക് ചെയ്ത് അപ്പോൾ തന്നെ ഫോൺ മാറ്റിയാൽ ഒരു ബ്ലർ ആവുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് മാത്രം ക്ലിക്ക് ചെയ്യുക. അത് മേ ബി ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ റിയൽമി ഫിക്സ് ചെയ്തേക്കാം. അത് പക്ഷേ ഭാവിയിൽ എന്തിനാ സംഭവിക്കാൻ നമുക്കറിയില്ല. നമുക്ക് റിയൽമിക്ക് റിപ്പോർട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. 64 മെഗാപിക്സൽ ഇമേജ് എടുക്കുമ്പോൾ ഇത്തിരി ബ്ലറായി പോകുന്നുണ്ട് നമ്മൾ ഫാസ്റ്റായിട്ട് ഫോട്ടോസ് എടുക്കാൻ ശ്രമിച്ചാൽ. അത് രണ്ടാമത്തെ ഒരു കാര്യം. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് ഈ ഒരു 64 മെഗാപിക്സൽ 19,000 രൂപയുടെ ഒരു ഫോൺ ആ രീതിയിലൊക്കെ പരിഗണിക്കുമ്പോൾ അത്ര വലിയൊരു മികച്ച പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയുമില്ല. അപ്പോൾ ഇത്രയും ഈ 3 കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ടും ഇതിലൊരു നെഗറ്റീവായിട്ട് തോന്നിയത്. ഓവറോൾ നോക്കിയാൽ ഒരു ഗുഡ് ക്യാമറ സെറ്റപ്പ്, നല്ല ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് വഴി ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.